ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. കഴിഞ്ഞ ദിവസം നടന്ന ICDS സൂപ്പർവൈസർ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഈ വീഡിയോയിൽ ഉള്ളത്. ഇനി വരുന്ന SI മെയിൻസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലെയുള്ള എക്സാം ഉള്ളവരും കൂടെ ഇത് പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പേ ചർച്ചയുടെ 8ാം പതിപ്പിൽ ഹിന്ദിയിൽ കവിത ചൊല്ലി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയാകർഷിച്ച മലയാളി വിദ്യാർത്ഥി ആരായിരുന്നു? ഓപ്ഷൻ സി, ആകാംക്ഷ അശോക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാന കാലയളവിൽ രൂപം കൊണ്ട ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ ബി, 1928. ചുവടെ തന്നിരിക്കുന്നവരിൽ മദ്രാസ് മഹാജൻ സഭയുടെ രൂപീകരണവുമായി നേരിട്ട് ബന്ധപ്പെട്ടവരുടെ ഗ്രൂപ്പ് തിരിച്ചറിയുക. ഓപ്ഷൻ ഡി, അനന്ത ചാർലു, ജി സുബ്രഹ്മണ്യ അയ്യർ, എം വീരരാഘവാചാര്യ. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ വൈകുണ്ഠസ്വാമികളുമായി നേരിട്ട് ബന്ധമുള്ളത് കണ്ടെത്തുക. ഓപ്ഷൻ ബി, 1ഉം 3ഉം ശരിയാണ്, എന്നാൽ 2 തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ: ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ ആരംഭിച്ചു. സമത്വ സമാജം സ്ഥാപിച്ചു. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ഓർത്തുവെക്കുക, വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ഉചിതമായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, 1ഉം 2ഉം ശരിയാണ്, എന്നാൽ 3 തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ: 1895 ഏപ്രിലിൽ ലഫ്റ്റനന്റ് ഗോൾഡന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പട്ടാളം പഴശ്ശി കോവിലകം ആക്രമിക്കുകയും വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്തു. 1797 മാർച്ചിൽ മേജർ കാമറോണിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ പെരിയ ചുരത്തിൽ വെച്ച് പഴശ്ശിപ്പട അപ്രതീക്ഷിതമായി ആക്രമിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംഘടിത രൂപമായിരുന്ന 3ാം കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ ഡി, 1918. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള സുപ്രധാന തീരുമാനമെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1927 മദ്രാസ് സെഷനിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ, ഡോക്ടർ അൻസാരി. ചുവടെ ചേർക്കുന്നവയിൽ ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്താവനകളെ തിരിച്ചറിയുക. ഓപ്ഷൻ ഡി, പ്രസ്താവന 1, 2, 3 ശരിയാണ്. ൽ ബെൽഗ്രേഡിൽ വച്ച് ഔദ്യോഗികമായി രൂപം കൊണ്ടു. 1961 ബെൽഗ്രേഡ് സമ്മേളനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട രാജ്യങ്ങളായിരുന്നു ചൈന, തുർക്കി, ഫിലിപ്പീൻസ് തുടങ്ങിയവ. ബെൽഗ്രേഡ് സമ്മേളനത്തിൽ വച്ചായിരുന്നു ചേരിചേരാ നയത്തിൻ്റെ അടിസ്ഥാന
പ്രമാണങ്ങളായ 27 ഇന പ്രഖ്യാപനം അംഗീകരിച്ചത്? മഹാത്മാവിന്റെ മാർഗം ചുവടെ തന്നിരിക്കുന്ന എഴുത്തുകാരിൽ ആരുടെ രചനയാണ്? ഓപ്ഷൻ ബി സുകുമാർ അഴീക്കോട്. 2025 ഫെബ്രുവരിയിൽ ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസ് അത്ലറ്റിക്സിൽ പോൾ വോൾട്ടിൽ പുതിയ റെക്കോർഡ് കുറിച്ച 19 വയസ്സുകാരൻ ആരായിരുന്നു? ഓപ്ഷൻ സി ദേവകുമാർ വീണ. തന്നിരിക്കുന്നവയിൽ വലിയ തോത് ഭൂപടം ഏത്? ഓപ്ഷൻ എ 1 സെന്റിമീറ്ററിന് 1/2 കിലോമീറ്റർ. പ്രസ്താവന 1 ട്രോപ്പോസ്ഫിയറിന് ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്ററുമാണ് ഉയരം ഉള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉയരം കൂടാൻ കാരണം താപം കൂടുതലായതിനാലാണ്. ഓപ്ഷൻ ഡി 2 പ്രസ്താവനകളും ശരി. പ്രസ്താവന 1ന്റെ വിശദീകരണമാണ് പ്രസ്താവന 2. പിച്ചാവരം കണ്ടൽക്കാടുകൾ താഴെ പറയുന്നവയിൽ ഏത് തീരസമതലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി കോറമാൻഡൽ. കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതജന്യമായ ഷഡ്ഭുജ കൽത്തൂണുകൾ പോലുള്ള പാറക്കെട്ടുകൾ കാണപ്പെടുന്ന ദ്വീപ്? ഓപ്ഷൻ ബി സെന്റ് മേരീസ് ദ്വീപ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതം ഏത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. ആഗോള താപനില ഉയരുന്നു, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നു, കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളും. നീതി ആയോഗിന്റെ ശൂന്യ എന്ന പ്രചരണം എന്തിനു വേണ്ടിയുള്ളതാണ്? ഓപ്ഷൻ ഡി വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുവാൻ. പഞ്ചവത്സര പദ്ധതികൾക്ക് മുമ്പ് ഇന്ത്യയിലെ ആസൂത്രണ ചരിത്രത്തിന്റെ ഭാഗമായിരുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 1, 3, 4 മാത്രം. ബോംബെ പ്ലാൻ, സർവോദയ പ്ലാൻ, പീപ്പിൾസ് പ്ലാൻ. ചെറുധാന്യങ്ങളെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 1, 2 and 3 മാത്രം.
ഗോതമ്പിനേക്കാളും അരിയേക്കാളും പോഷക സമൃദ്ധമാണ് ചെറുധാന്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ചെറുധാന്യ ഉൽപാദകരാണ് ഭാരതം. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ചെറുധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇനി പറയുന്നവയിൽ ഏതൊക്കെ ധാതുക്കളിൽ ഭാരതം സ്വയം പര്യാപ്തമാണ്? ഓപ്ഷൻ സി 1 and 4 മാത്രം. ഇരുമ്പയിര്, സിങ്ക്. അമർത്തകാൽ ശാക്തീകരിക്കപ്പെട്ടതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമ്പദ് വ്യവസ്ഥ എന്ന കാഴ്ചപ്പാടിൻ്റെ സാമ്പത്തിക അജണ്ടയിലെ മുൻഗണനാ മേഖലകളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ബി കയറ്റുമതി വളർച്ച. അമർത്തകാൽ ശാക്തീകരിക്കപ്പെട്ടതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമ്പദ് വ്യവസ്ഥ എന്ന കാഴ്ചപ്പാടിൻ്റെ സാമ്പത്തിക അജണ്ടയിലെ മുൻഗണനാ മേഖലകളിൽ ഉൾപ്പെടുന്നവയാണ് ശക്തവും സുസ്ഥിരവുമായ സ്ഥൂല സാമ്പത്തിക അന്തരീക്ഷം, യുവാക്കൾക്ക് ഊന്നൽ നൽകി പൗരന്മാർക്കുള്ള അവസരങ്ങൾ, തൊഴിൽ അവസരങ്ങളിലെ വളർച്ച. മൗലിക അവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, ഗോത്രവർഗ ഒഴിവാക്കപ്പെട്ട മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകൾ ഏതാണ്? ഓപ്ഷൻ സി ഓൺലി 1 and 3. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം. ഔഷധ ആവശ്യങ്ങൾക്കൊഴികെ ആരോഗ്യത്തിന് ഹാനികരമായ ലഹരി പാനീയങ്ങളുടെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗം നിരോധിക്കുക. ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ഓൺലി 1 and 2. 1992 73-ാം ഭരണഘടനാ ഭേദഗതി നിയമം പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകി. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവ ഉൾപ്പെടുന്ന ഒരു ത്രിതല ഘടനയാണ് പഞ്ചായത്തി രാജ് സംവിധാനം. താഴെ പറയുന്നവയിൽ ഏതാണ് എക്സിക്യൂട്ടീവിന് മേൽ നിയമസഭാ നിർമ്മാണ സഭയുടെ നിയന്ത്രണം പ്രയോഗിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ? ഓപ്ഷൻ സി ഓൺലി 1, 2 and 4. ചോദ്യോത്തര സമയം, മാറ്റിവെക്കൽ ചർച്ചകൾ, ബജറ്റ് ചർച്ച. ഉല്ലാസ് പദ്ധതി ഏത് ദേശീയ നയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ദേശീയ വിദ്യാഭ്യാസ നയം 2020. 1960 കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ അപ്പീൽ ചട്ടങ്ങളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ഓൺലി 2 and 3.
ഒരു സർക്കാർ ജീവനക്കാരനെതിരെ അച്ചടക്ക നടപടികൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാം. ഒരു സർക്കാർ ജീവനക്കാരനെതിരെ ഒരു ക്രിമിനൽ കേസ് അന്വേഷണ തലത്തിലാണെങ്കിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ KSDMA ഔദ്യോഗിക മുദ്രാവാക്യം എന്താണ്? ഓപ്ഷൻ സി സുരക്ഷായനം. ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്. സഹായഹസ്തം പദ്ധതിയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ only 1 and 2. നിരാലംബരായ വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള ഒറ്റത്തവണ സാമ്പത്തിക സഹായം ഈ പദ്ധതി നൽകുന്നു. 55 വയസ്സിന് താഴെയുള്ള വിധവകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. കേരളത്തിൽ പുതിയതായി രൂപീകരിച്ച മുതിർന്ന പൗരന്മാരുടെ കമ്മീഷന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ഇവയെല്ലാം. വയോജനങ്ങളുടെ പുനരധിവാസവും ക്ഷേമവും ഉറപ്പാക്കുക. അവഗണന, ചൂഷണം, ഏകാന്തത എന്നിവയുൾപ്പെടെ പ്രായമായവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് മുൻഗണന നൽകുക. സമൂഹത്തിൻ്റെ പ്രയോജനത്തിനായി മുതിർന്ന പൗരന്മാരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സംരംഭങ്ങൾ നടപ്പിലാക്കുക. IT നിയമത്തിലെ ഏത് വകുപ്പാണ് കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്കിങ്ങും അതിൻ്റെ പിഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി സെക്ഷൻ 66. ഏറ്റവും ഉയർന്ന ശേഷിയുള്ള സ്റ്റോറേജ് യൂണിറ്റ് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ സെറ്റാബൈറ്റ്. കമ്പൈലറിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായത്? ഓപ്ഷൻ ബി 1 and 3 മാത്രം. കമ്പൈലറിന് സിൻടാക്സിലെ തെറ്റുകൾ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. കമ്പൈലർ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. താഴെ പറയുന്നവയിൽ ഷോർട്ട് റേഞ്ച് വയർലെസ് ടെക്നോളജിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ലോറ. ഷോർട്ട് റേഞ്ച് വയർലെസ് ടെക്നോളജിക്ക് ഉദാഹരണങ്ങളാണ് ബ്ലൂടൂത്ത്, നിയർലിങ്ക്, സിഗ്ബി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: പാർലമെന്റിന്റെ പ്രത്യേക അവകാശ ലംഘനത്തിന് കാരണമാകുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് ഒരു പൗരനും നൽകേണ്ട ബാധ്യതയില്ല. അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ ഒരു പൗരനും നൽകേണ്ട ബാധ്യതയില്ല. കോടതി പ്രസിദ്ധീകരിക്കരുതെന്ന് വ്യക്തമായി വിലക്കിയിട്ടുള്ള വിവരങ്ങൾ ഒരു പൗരനും നൽകേണ്ട ബാധ്യതയില്ല. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ എ ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം ഒരു ഉപഭോക്തൃ അവകാശമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് അന്യായമായ വ്യാപാര രീതിക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം ഒരു ഉപഭോക്തൃ അവകാശമാണ്.
ജീവനും സ്വത്തിനും അപകടകരമായ സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയുടെ വിപണനത്തിൽ നിന്ന് സംരക്ഷണം നേടാനുള്ള അവകാശം ഒരു ഉപഭോക്തൃ അവകാശമാണ്. സാധ്യമാകുന്നിടത്തെല്ലാം മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള അവകാശം ഒരു ഉപഭോക്തൃ അവകാശമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശ കമ്മീഷന് നിയമപരമായ അടിസ്ഥാനം നൽകുന്നത്? ഓപ്ഷൻ ബി മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമത്തിന്റെ ലക്ഷ്യം. ഓപ്ഷൻ സി ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, അശ്ലീല സാഹിത്യം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിന്. വിവരാവകാശ നിയമപ്രകാരമുള്ള വിവരത്തിനായുള്ള അപേക്ഷ നിരസിക്കാവുന്നത്. ഓപ്ഷൻ സി പൊതു താൽപ്പര്യവുമായി ബന്ധമില്ലാത്ത വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടുന്നു. ആരുടെ കണ്ടെത്തലിനെ അടിസ്ഥാനമാക്കിയാണ് പീറ്റർ സലോവെ, ജോൺ മേയർ എന്നിവർ വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻ ഡി ഹൊവാർഡ് ഗാർഡനർ. നവജാത ശിശുവും അമ്മയും തമ്മിൽ ആദ്യമായി ഉണ്ടാകുന്ന ആത്മബന്ധത്തെക്കുറിച്ചും അതിൻ്റെ വികാസ പരിണാമങ്ങളെക്കുറിച്ചും നിർണായകമായ പഠനം നടത്തിയ സൈക്കോളജിസ്റ്റ് ആരാണ്? ഓപ്ഷൻ സി ജോൺ ബൗൾബി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ച ശരിയായ തീയതി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2017 ജനുവരി 27. പെസ്റ്റലോസിയുടെ സ്ഥാപനത്തിൽ ചേർന്ന് തൻ്റെ വിദ്യാഭ്യാസ ചിന്തകൾക്ക് തുടക്കമിട്ട ദാർശനികൻ ആരാണ്? ഓപ്ഷൻ എ ഫ്രെഡറിക് ഫ്രോബൽ. ഇന്ത്യയിലെ അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനം ഏതാണ്? ഓപ്ഷൻ ഡി NCTE. കണ്ടലലഹള എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച സമരം നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി അയ്യങ്കാളി. വിദ്യാഭ്യാസ അവകാശ നിയമം RTE ആക്ട് പ്രാബല്യത്തിൽ വന്ന വർഷം? ഓപ്ഷൻ സി 2010. യശ്പാൽ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് നയിച്ച പ്രഥമ പരിഗണന എന്താണ്? ഓപ്ഷൻ സി അമിതമായ അക്കാദമിക് സമ്മർദ്ദം മൂലം വിദ്യാർത്ഥികളുടെ മേലുള്ള സമ്മർദ്ദവും ഭാരവും കുറയ്ക്കുന്നതിന്. ശൈശവകാല വിദ്യാഭ്യാസത്തിൽ തീം അടിസ്ഥാനമാക്കിയുള്ള സമീപനം ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശ്യം എന്താണ്? ഓപ്ഷൻ ബി കുട്ടികളെ കൂടുതൽ കാര്യക്ഷമമായി കഴിവുകളും അറിവും നേടുന്നതിന് സഹായിക്കുന്നതിന്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ KSCCW സംസ്ഥാനത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്ക് എങ്ങനെയാണ് സംഭാവന നൽകിയത്? ഓപ്ഷൻ ബി അംഗനവാടികളുടെയും മറ്റ് ശൈശവകാല വികസന കേന്ദ്രങ്ങളുടെയും ഒരു നെറ്റ്വർക്ക് സ്ഥാപിക്കുകയും അവയുടെ മേൽനോട്ടം നടത്തുകയും ചെയ്യുക. കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ എങ്ങനെ സ്വാധീനിച്ചു? ഓപ്ഷൻ ഡി ത്രിഭാഷാ പദ്ധതി അവതരിപ്പിക്കുന്നതിന് നിർദ്ദേശിച്ചുകൊണ്ട്. കേരള നവോത്ഥാനത്തിന്റെ സ്വാധീനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തിന് ഏറ്റവും നന്നായി യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി നിരവധി സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് ഇത് കാരണമായി. പ്രീ പ്രൈമറി ക്ലാസ് റൂമുകളിൽ വൈവിധ്യമുള്ള പഠിതാക്കളെ കൈകാര്യം ചെയ്യുമ്പോൾ അധ്യാപകർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളിലൊന്ന് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി കുട്ടികൾക്ക് വ്യത്യസ്തമായ പഠന കഴിവുകളും ശൈലികളും പഠനവേഗതയും ഉണ്ട്. ശാരീരിക വികാസവുമായി ബന്ധപ്പെട്ട ECCEയുടെ പ്രധാന ലക്ഷ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി
കളിയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സൂക്ഷ്മവും സ്ഥൂലവുമായ ശാരീരിക ശേഷികൾ വികസിപ്പിക്കുക. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ തദ്ദേശീയമായ അറിവുകളും സാമഗ്രികളും ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ഓപ്ഷൻ ഡി. ഇത് കുട്ടികളെ അവരുടെ സാംസ്കാരിക പൈതൃകവുമായും സമൂഹമായും ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു. 5 വയസ്സുവരെയുള്ള കുട്ടികളുടെ സാമൂഹിക ഇടപെടലുകൾ 4 വയസ്സുള്ള കുട്ടികളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി. 5 വയസ്സുള്ള കുട്ടികൾ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരും മറ്റുള്ളവരുമായി സഹകരിക്കുന്നവരുമാണ്. ഏത് പാശ്ചാത്യ ചിന്തകരെയാണ് ശൈശവകാല വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന് അടിത്തറയൊരുക്കിയവരായി കണക്കാക്കപ്പെടുന്നത്? ഓപ്ഷൻ സി. റൂസോ, ഫ്രോബൽ, മോണ്ടിസോറി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ സംസ്ഥാനത്തിന് അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ സി. ആർട്ടിക്കിൾ 15(3). സമീപകാല ഗവേഷണം അനുസരിച്ച് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ 3 വർഷത്തെ പ്രാധാന്യം എന്ത്? ഓപ്ഷൻ സി. ഈ പ്രായം മസ്തിഷ്ക വികസനത്തിനും സിനാപ്റ്റിക് കണക്ഷനുകളുടെ രൂപീകരണത്തിനുമുള്ള നിർണായക കാലഘട്ടമാണ്. രാമമൂർത്തി അവലോകന സമിതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻ ബി. 1986 NEP വിലയിരുത്തി ആവശ്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതിന്. സംയോജിത ശിശുവികസന പദ്ധതി നടപ്പിലാക്കിയ വർഷം? ഓപ്ഷൻ ഡി. 1975. അന്നജം അല്ലാത്തതേത്? ഓപ്ഷൻ എ. ഗ്ലിസറോൾ. 3.5 വയസ്സ് മുതൽ 4 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികളുടെ ശരാശരി തൂക്കവും ഉയരവും എത്ര? ഓപ്ഷൻ സി. 16.12 കിലോഗ്രാം, 104.70 സെൻറ്റിമീറ്റർ. ചുവടെ തന്നിരിക്കുന്നതിൽ പേശികളിലെ പ്രോട്ടീൻ ഏത്? ഓപ്ഷൻ ബി. മയോസിൻ. വായുവിലൂടെ പകരുന്ന രോഗം അല്ലാത്തതേത്? ഓപ്ഷൻ സി. ടൈഫോയിഡ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് മുണ്ടിനീര്, വില്ലൻ ചുമ, ചിക്കൻ പോക്സ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ജീവകം കെയുടെ ധർമ്മം കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2 and 3. കരളിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. വിറ്റാമിൻ B2 അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ സി. റിബോഫ്ലാവിൻ. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, പഠന സാമഗ്രികൾ എന്നിവയ്ക്കായി സാമ്പത്തിക സഹായം നൽകുന്നതിന് സാമൂഹ്യക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി? ഓപ്ഷൻ എ. വിദ്യാജ്യോതി. വിദ്യാലയങ്ങളിലെ പ്രഥമ ശുശ്രൂഷ കിറ്റിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ബി. ആൻറ്റിബയോട്ടിക്കുകൾ. വിദ്യാലയങ്ങളിലെ പ്രഥമ ശുശ്രൂഷ കിറ്റിൽ ഉൾപ്പെടുന്നവയാണ് ടൂർണിക്കെ, തെർമോമീറ്റർ, ഒട്ടിക്കാവുന്ന പ്ലാസ്റ്റർ. ക്വാഷിയോർക്കർ എന്ന അപര്യാപ്തത രോഗം ഉണ്ടാകുന്നത് എന്തിൻ്റെ കുറവുകൊണ്ടാണ്? ഓപ്ഷൻ ഡി. പ്രോട്ടീൻ. മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ ബൗദ്ധികവും സാമ്പത്തികം, നൈതികം തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടാകുന്ന വികാസത്തിന്റെ മനഃശാസ്ത്ര വശങ്ങൾ ഉൾപ്പെടുന്ന മനഃശാസ്ത്ര ശാഖ? ഓപ്ഷൻ ബി. വികാസ മനഃശാസ്ത്രം. പ്രത്യേക ഇടങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വ്യക്തികളുടെ പെരുമാറ്റങ്ങൾ പഠിക്കുന്ന രീതി? ഓപ്ഷൻ സി. ഉപാഖ്യാന രീതി. സസ്യജന്തുജാലങ്ങളുടെ സവിശേഷത തിരിച്ചറിയുക എന്നത് ഏത് ബുദ്ധിയുടെ സവിശേഷതയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി. പ്രകൃതിപരമായ ബുദ്ധി. ജീൻ പിയാഷെയുടെ വൈജ്ഞാനിക വികാസത്തിലെ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ ഉൾപ്പെട്ടതേത്? ഓപ്ഷൻ എ. സ്വന്തം വീക്ഷണകോണിലൂടെ മാത്രം കാണുന്നു. സവിശേഷ സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്നതും പ്രവർത്തന മേഖലയിൽ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായ സവിശേഷതകൾ? ഓപ്ഷൻ സി. ദ്വിതീയ സവിശേഷതകൾ. വൈകാരിക ബുദ്ധിയുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ ഡി. ഇവയൊന്നുമല്ല. അപ്പോൾ തന്നിരിക്കുന്നതെല്ലാം വൈകാരിക ബുദ്ധിയുമായി ബന്ധമുള്ളവയാണ്. വൈകാരിക ബുദ്ധിയുമായി ബന്ധമുള്ളത്
നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക, സ്വയം പ്രചോദിതരാവുക, വികാരങ്ങളെ നിയന്ത്രിക്കുക. സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻ സി BF സ്കിന്നർ. യുനിസെഫ് സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ എ 1946. ഫൈവ് മൈൻഡ്സ് ഫോർ ദി ഫ്യൂച്ചർ എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ എ ഹോവാർഡ് ഏൾ ഗാർഡ്നർ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 1992. തദ്ദേശ സ്വയംഭരണ ത്രിതല ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമല്ലാത്ത സ്ഥാപനം ഏത്? ഓപ്ഷൻ സി വില്ലേജ് കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ ത്രിതല ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായ സ്ഥാപനങ്ങളാണ് ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ത്രിതല സമ്പ്രദായത്തെക്കുറിച്ച് ഏതാണ് ശരിയെന്ന് തിരിച്ചറിയുകയും ചെയ്യുക. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 33% സംവരണമുണ്ട്. അശോക് മേത്ത കമ്മിറ്റി ശുപാർശകൾ ഇന്ത്യയിലെ പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ വികാസത്തിന് സംഭാവന നൽകി. കമ്മ്യൂണിറ്റി ശൗചാലയങ്ങളുടെ നിർമ്മാണവും അതിൻ്റെ പരിപാലനവും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. പഞ്ചായത്ത് പിരിച്ചുവിട്ട തീയതി മുതൽ 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണം. ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സമ്പ്രദായത്തെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻ സി 1, 3 and 4. പഞ്ചായത്ത് സമിതി എക്സിക്യൂട്ടീവ് ബോഡിയാണ്. ജില്ലാ പരിഷത്ത് ഉപദേശക ഏകോപന മേൽനോട്ട സമിതിയാണ്. പഞ്ചായത്തി രാജിൻ്റെ ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല സംവിധാനം കൊണ്ടുവരണമെന്ന് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തു. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ പഞ്ചായത്ത് സമിതിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥനാണ്. ഇന്ത്യയിലെ നഗര തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഇന്ത്യൻ ഭരണഘടനയുടെ 9A ഭാഗവും 12ാം ഷെഡ്യൂളും മുനിസിപ്പാലിറ്റികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ മുനിസിപ്പൽ ആക്ട് ഉണ്ട്. അത് ആ സംസ്ഥാനത്തെ നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് നിയമപരമായ ചട്ടക്കൂട് നൽകുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243(v) സംസ്ഥാന ധനകാര്യ കമ്മീഷനുകൾക്ക് മുനിസിപ്പാലിറ്റികളുടെ ധനകാര്യം അവലോകനം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്നു. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും ഇന്ത്യയിലെ പ്രാദേശിക ഭരണം സംബന്ധിച്ച ശരിയായ ഉത്തരം കണ്ടെത്തുകയും ചെയ്യുക. ഓപ്ഷൻ സി 1 and 3. 1959 പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ സ്ഥാപിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമം പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവിയും രാജ്യത്തുടനീളമുള്ള ഘടനയുടെ ഏകരൂപവും നൽകി. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള ഭരണഘടന 73ാം ഭേദഗതി നിയമം 1992 താഴെ പറയുന്നവയിൽ ഏതെല്ലാം സ്ഥാപനങ്ങൾക്ക് നൽകുന്നില്ല? ഓപ്ഷൻ ബി ജില്ലാ ആസൂത്രണ സമിതികൾ.
ഇന്ത്യയിലെ പ്രാദേശികതല ഭരണത്തിൽ ന്യായ പഞ്ചായത്തിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഓപ്ഷൻ എ, ന്യായ പഞ്ചായത്ത് സ്ഥാപിക്കാൻ മോഹൻ ഖണ്ഡ കമ്മിറ്റി ശുപാർശ ചെയ്തു. ഇന്ത്യയിലെ പ്രാദേശികതല ഭരണത്തിൽ ന്യായ പഞ്ചായത്തിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ്: ഗ്രാമതല നീതി വിപുലീകരണത്തിനും നവീകരണത്തിനുമായി 2008 ഗ്രാമന്യായാലയ നിയമം നിലവിൽ വന്നു. ന്യായ പഞ്ചായത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥാപിച്ചിട്ടില്ല. ന്യായ പഞ്ചായത്ത് പ്രാദേശിക തലത്തിൽ സിവിൽ ക്രിമിനൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. വികേന്ദ്രീകരണ ഭരണ സംവിധാനത്തിന് ദ്വിതല ഭരണ സംവിധാനത്തിന് കമ്മിറ്റി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ ബി, അശോക് മേത്ത കമ്മിറ്റി. പഞ്ചായത്തുകളിലെ വനിതാ സംവരണം സംബന്ധിച്ച് താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. അതായത് ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243D പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ 1/3 കുറയാത്ത സംവരണം നിർബന്ധമാക്കി സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളും അതത് സംസ്ഥാന പഞ്ചായത്തി രാജ് നിയമങ്ങളിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയിട്ടില്ല. പഞ്ചായത്ത് സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ബീഹാർ. ജെയിംസ് II രാജാവ് പുറപ്പെടുവിച്ച രാജകീയ ചാർട്ടറിന് കീഴിൽ ഇന്ത്യയിലെ ഏറ്റവും പഴയ പ്രാദേശിക നഗര സ്ഥാപനം സ്ഥാപിതമായത് 1687 എവിടെയാണ്? ഓപ്ഷൻ സി, മദ്രാസ്. (2025) ടൂറിസം നികുതി ഏർപ്പെടുത്തിയ രാജ്യം? ഓപ്ഷൻ ബി, റഷ്യ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലാകെ ദേശീയ ആരോഗ്യ മിഷന്റെ NHMന്റെ വ്യാപകമായ എത്തിപ്പെടൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലും അതിൻ്റെ മികച്ചതായ നടപ്പാക്കലിനെ ഏറ്റവും സ്ഥിരമായി തടസ്സപ്പെടുത്തിയ ഘടനാപരമായ പ്രശ്നം ഏതാണ്? ഓപ്ഷൻ ഡി, ആരോഗ്യ പ്രവർത്തകരുടെ അപര്യാപ്തമായ എണ്ണം, അവരിലെ അസമതുലിതമായ വിതരണം. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന (PM-JAY) പദ്ധതിയിൽ ഗുണഭോക്താക്കളായി വീടുകളെ തിരിച്ചറിയുന്നതിൻ്റെ അടിസ്ഥാനമായി ഏറ്റവും അനുയോജ്യമായത്? ഓപ്ഷൻ സി, ഡേറ്റ അടിസ്ഥാനമാക്കിയുള്ള സ്വയമേറ്റപ്പെട്ട ഉൾപ്പെടുത്തലും ദാരിദ്ര്യ മാനദണ്ഡവുമാണ്. ജനനി ശിശു സുരക്ഷാ കാര്യക്രമം JSSK എന്ന പദ്ധതി മുമ്പ് നിലവിലുണ്ടായിരുന്ന മാതൃ ആരോഗ്യ പദ്ധതികളായ JSY പോലുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം ഏത്? ഓപ്ഷൻ ഡി, ഗർഭിണികളായ സ്ത്രീകൾക്കും രോഗമുള്ള നവജാത ശിശുക്കൾക്കും സൗജന്യമായി യാത്രാ സൗകര്യം, പരിശോധന, മരുന്ന്, ഭക്ഷണം എന്നിവ ലഭ്യമാക്കുന്നത്. ഒരു രോഗി തൻ്റെ ABHയുമായി ബന്ധിപ്പിച്ച മെഡിക്കൽ ചരിത്രം ഒരു സ്വകാര്യ ആരോഗ്യ ആപ്പിലൂടെ ആക്സസ് ചെയ്യുന്നു. വിവിധ പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ ഈ ഇന്റർട്രോപ്പബിലിറ്റിക്ക് അന്തർപ്രവർത്തനക്ഷമതയ്ക്ക് ABDMലെ ഏത് തത്വമാണ് ഉറപ്പു നൽകുന്നത്? ഓപ്ഷൻ ബി, അനുമതി അടിസ്ഥാനമാക്കിയുള്ള ഡേറ്റ പങ്കിടലോടെയുള്ള ഫെഡറേറ്റഡ് ആർക്കിടെക്ചർ. PMSSY പ്രകാരം എയിംസ് സ്ഥാപിക്കുന്ന മോഡലിൻ്റെ സാമ്പത്തിക സവിശേഷത താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി, ഭാരത സർക്കാർ പൂർണ്ണമായി മൂലധന ചെലവ് വഹിച്ചിരിക്കുന്ന കേന്ദ്ര മേഖലയിലെ പദ്ധതി. PMJJBY, PMSBY, APY എന്നീ പദ്ധതികളിൽ ലക്ഷ്യബദ്ധമായ ഇടപെടലില്ലാതെ പൂർണ്ണമായ നേട്ടങ്ങൾ ലഭിക്കാതെ പോകാൻ ഏറ്റവും സാധ്യതയുള്ള വിഭാഗം ഏതാണ്?
ഓപ്ഷൻ സി ഔപചാരികമായ സംരക്ഷിത ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുടിയേറ്റ തൊഴിലാളികൾ. ഭാരതത്തിൻ്റെ ഭക്ഷ്യസുരക്ഷാ നിയമം NFSA 2013 പ്രകാരം അന്ത്യോദയ അന്ന യോജന AAY-ൽ ഉൾപ്പെട്ട അർഹരായ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി, പ്രതിമാസം ഓരോ കുടുംബത്തിനും 35 കിലോ ധാന്യങ്ങൾ സബ്സിഡി നിരക്കിൽ. തദ്ദേശ തലത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ ഉപജീവന പദ്ധതി MGNREGS-ന്റെ ആസൂത്രണ പ്രക്രിയയുടെ പ്രധാന സവിശേഷതയിൽ ഏതാണ് പെടുന്നത്? ഓപ്ഷൻ ഡി, ഗ്രാമസഭയുടെ പങ്കാളിത്തത്തോടെ വാർഷിക പദ്ധതികൾ ആരംഭിക്കുന്നു. 2024 പുതുക്കിയ മിഷൻ ശക്തിയുടെ പരിധിയിൽ ഉൾപ്പെടാത്തത് ഏത് പദ്ധതി? ഓപ്ഷൻ ഡി, ഐക്യകൃത ശിശുവികസന പദ്ധതി ICDS. ICDS-ന്റെ പൂർണ്ണ രൂപമാണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ്. 2024 പുതുക്കിയ മിഷൻ ശക്തിയുടെ പരിധിയിൽ ഉൾപ്പെടുന്ന പദ്ധതികളാണ് സ്വധാർ ഗൃഹ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ഉജ്ജ്വല പദ്ധതി. സമഗ്ര ശിക്ഷയെക്കുറിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത്? ഓപ്ഷൻ സി, ഇത് പ്രധാനമന്ത്രിയുടെ പോഷണ പദ്ധതിയുടെ ഭക്ഷണ വിതരണത്തിന് വ്യവസ്ഥ ചെയ്യുന്നു. സമഗ്ര ശിക്ഷാ പദ്ധതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായതാണ്. അത് സ്കൂളുകളിൽ ICT ഉപയോഗിച്ചുള്ള പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് പ്രത്യേക ശ്രദ്ധ ആവശ്യമായ കുട്ടികൾക്ക് ഉൾപ്പെടുത്തിയ വിദ്യാഭ്യാസ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇത് സെക്കൻഡറി തലത്തിൽ വൊക്കേഷണൽ വിദ്യാഭ്യാസം പിന്തുണയ്ക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏത് നഗരമാണ് താപപ്രവാഹ അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി നിർമ്മിത ബുദ്ധി പ്രവചന മാതൃക അടിസ്ഥാനമാക്കിയ ഹീറ്റ് ആക്ഷൻ പ്ലാൻ HAP ആദ്യമായി സ്വീകരിച്ചത്? ഓപ്ഷൻ ബി, അഹമ്മദാബാദ്. ഓപ്ഷൻ ബി, അഹമ്മദാബാദ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്